മനസ്സിന് നമസ്കാരം. ഈശ്വരന്റെ പൂന്തോട്ടത്തിൽ വരുന്ന മനോഹരമായ പുഷ്പങ്ങളാണ് ഓരോ കുടുംബവും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആരൊക്കെ കൂടുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതായി തീരുന്നത്? അച്ഛനും അമ്മയും മക്കളും അവരുടെ മധ്യത്തിൽ ക്രിസ്തുവും കൂടി ചേരുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതായി തീരുന്നത്. ഓരോ ക്രിസ്തീയ കുടുംബത്തിന്റെയും നട്ടെല്ലാണ് സന്ധ്യാപ്രാർത്ഥന. മനുഷ്യരക്ഷയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം വായു, ജലം, ഭക്ഷണം എന്നിവയാണെങ്കിൽ ക്രിസ്തീയ കുടുംബങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നാണ് സന്ധ്യാപ്രാർത്ഥന. മാതാപിതാക്കൾ കുട്ടികളെ ഇത് ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. സന്ധ്യ നമസ്കാരം കുട്ടികളെ ദൈവത്തോടടുപ്പിക്കുന്നു. ചെറുപ്പം മുതൽ നിർദ്ദിഷ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് അവരിൽ സമയബോധവും ഉത്തരവാദിത്വബോധവും വളർത്തുന്നു. ദിനംപ്രതിയുള്ള പ്രാർത്ഥനകൾ കുട്ടികളുടെ ആത്മീയ വളർച്ച സഹായിക്കുകയും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറുകയും ചെയ്യുന്നു. വിശുദ്ധ ചാവറ പിതാവ് തന്റെ സമ്പൂർണ്ണ കൃതികളിൽ പ്രകാരം പറയുന്നു: വൈകിട്ട് കുരിശുമണി അടിക്കുമ്പോൾ മക്കളെല്ലാവരും വീട്ടിലുണ്ടായിരിക്കാനും നമസ്കാരം കഴിഞ്ഞാലുടൻ അവർ സ്തുതി ചൊല്ലി അപ്പന്റെയും അമ്മയുടെയും കൈമുത്തുവാനും ഇവരെ പരിശീലിപ്പിക്കണം. നിത്യവും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ കുടുംബം സ്ഥിതി ചെയ്യുന്ന മണ്ണിൽ, ആ അന്തരീക്ഷത്തിൽ, ആ വായുവിൽ, ആ മുറികളിൽ, ആ ഉപകരണങ്ങളിൽ, ആ ഉപയോഗ വസ്തുക്കളിൽ പ്രാർത്ഥനയുടെ ചൈതന്യം അലിഞ്ഞു ചേരും. ആ ചൈതന്യം കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാക്കുന്നു. അങ്ങനെ ആ കുടുംബം ശുദ്ധീകരിക്കപ്പെടുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയോടെ ഒരുമിച്ച് നിലനിൽക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിലനിർത്തുന്ന കണ്ണിയാണ് കുടുംബ പ്രാർത്ഥന. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരസ്പര സ്തുതി ചൊല്ലുമ്പോൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്നാൽ മക്കൾക്ക് ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ്. അന്നത്തെ സുഖദുഃഖങ്ങൾ ദൈവവുമായി പങ്കുവെക്കുമ്പോഴും ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് മാപ്പ് ചോദിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ മാർഗമാണ് പ്രാർത്ഥന. കുടുംബമാണ് കുട്ടികളുടെ ആദ്യത്തെ കളരി എന്ന് നാം മനസ്സിലാക്കണം. നസ്രത്തിലെ കൊച്ചു കുടുംബമാണ് നമ്മുടെ മാതൃക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: പിന്നീട് അവൻ അവർക്കൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഈശോ ദൈവപുത്രനാണെങ്കിലും